കണ്ണൂർ അഴീക്കലിൽ നിർമ്മാണത്തിലിരുന്ന കെട്ടിടത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് പോലീസ്. ഒഡീഷ സ്വദേശി രമേശ് ദാസിനെയാണ് ചൊവ്വാഴ്ച രാവിലെ 8:30യോടെ കൊല ചെയ്യപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. തലയ്ക്ക് കല്ല് പോലുള്ള വസ്തു കൊണ്ട് ഏറ്റ അടിയാണ് മരണകാരണമെന്ന് വളപട്ടണം പോലീസ് പറഞ്ഞു. അഴീക്കൽ ഹാർബറിൽ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിലാണ് 38 വയസ്സ് തോന്നിക്കുന്ന രമേശ് ദാസിനെ കല്ലുകൊണ്ടിടിച്ച് കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തിയത്. ഹാർബറിന് സമീപത്തും മറ്റും ചില്ലറ ജോലികൾ ചെയ്തു വരുന്ന ആൾ എന്നതിലപ്പുറം പോലീസിന് കൂടുതൽ വിവരം ലഭിച്ചിട്ടില്ല. അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് വളപട്ടണം പോലീസ് ഇൻസ്പെക്ടർ ടി.പി. സുമേഷ് പറഞ്ഞു. കൊലപാതകമാണ് എന്ന് മനസ്സിലായിട്ടുണ്ട്. അതിനെ ആളെ തിരിച്ചറിഞ്ഞിട്ടില്ലായിരുന്നു. ഇൻവെസ്റ്റ് നടപടികളൊക്കെ പൂർത്തിയാക്കി പോലീസ് സർജൻ്റെ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി പരിഹാരം മെഡിക്കൽ കോളേജിലേക്ക് പോലീസ് സർജൻ്റെ പോസ്റ്റ്മോർട്ടത്തിന് അയച്ചിട്ടാണുള്ളത്. ഇപ്പോൾ അതിൽ കൂടുതലായി നമ്മുടെ ഫീൽഡ് സ്റ്റാഫും സഹപ്രവർത്തകരുടെയൊക്കെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് അത് റീസ സ്വദേശി രമേശ് ദാസ് എന്ന് പറയുന്ന ആളാണ് മരണപ്പെട്ടത് എന്ന് മനസ്സിലായിട്ടുണ്ട്. ബാക്കിയുള്ള അതിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു വരികയാണ്. എല്ലാവരും ഫീൽഡിൽ അതിൻ്റെ ഫോളോ അപ്പ് പരിപാടി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തലക്കെന്തോ കല്ലുകൊണ്ട് പോലെ എന്തോ സാധനം കൊണ്ട് ഇടിച്ചത് പോലുള്ളൊരു സ്കൾ ഡാമേജ്. ബാക്കി കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടം നടത്തിയാലേ അതിൻ്റെ സയൻറ്റിഫിക്കായ റിസൾട്ട് വരുള്ളൂ. അതിനനുസരിച്ചിട്ടാണ് ബാക്കി നടപടികൾ ചെയ്യുന്നത്. അതൊക്കെ വെരിഫൈ ചെയ്യുന്നുള്ളൂ. അന്വേഷണത്തിലാണ് എല്ലാം പരിശോധിക്കുന്നുണ്ട്. എല്ലാ സാധ്യതയും പരിശോധിക്കുന്നുണ്ട്. മൃതദേഹത്തിന്റെ പരിസര പ്രദേശത്ത് മദ്യക്കുപ്പി കണ്ടെടുത്തിട്ടുണ്ട്. മരിച്ച വ്യക്തിയുടെ മൊബൈൽ ഫോണും ഫോണിലുള്ളതുകൂടാതെ 2 സിമ്മുകളും ലഭിച്ചിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങൾ പറയാനാവൂ എന്നാണ് പോലീസ് പറയുന്നത്. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നതെന്നും പോലീസ് അറിയിച്ചു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചിട്ടുണ്ട്. അന്വേഷണം പുരോഗമിക്കുകയാണ്. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.